ഹലോ എവരിവൺ, വെൽക്കം ടു ഓട്ടോഡോക്സ് ആണ്. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ IPL തുടങ്ങി ഏകദേശം ഒരാഴ്ച പിന്നിട്ടുകയാണ്, ഏകദേശം ഒരാഴ്ച ആവാറായി. പക്ഷെ നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് കളി തൊട്ടുള്ള വീഡിയോസ് ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഇതിപ്പോൾ ഏകദേശം 5-6ഓളം കളികൾ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വീക്കിൽ KKRൻ്റെ, ചെന്നൈയുടെ, മുംബൈയുടെ, അതുപോലെ തന്നെ RCBയുടെ ഇവിടെ എല്ലാവരും മത്സരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും KKRും അതുപോലെ തന്നെ ചെന്നൈക്കും അത്ര നല്ലൊരു സ്റ്റാർട്ടല്ല. മുംബൈ RCBയും നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ വളരെ നല്ലൊരു സ്റ്റാർട്ട് തന്നെയായിരുന്നു. മോശം സ്റ്റാർട്ടിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് ചെന്നൈയാണ്. കാരണം ഏറ്റവും വലിയൊരു തോൽവി ഏറ്റുവാങ്ങിക്കുന്നത് ചെന്നൈയാണ്. ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ട് ഇത്തവണ സഞ്ജു സാംസൺ ടീമിലുണ്ട്, അതുപോലെ നല്ലൊരു ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്, കുറേ യൂത്ത് പിള്ളേരെ ടീമിലെടുത്തിട്ടുണ്ട്, കുറേ ഭയങ്കര യങ് ബ്ലഡ്സിനെ ടീമിലെടുത്തിട്ടുണ്ട്. ബോളിങ്ങിലാണ് കുറച്ചെങ്കിലും നമുക്ക് പ്രശ്നമുള്ളൂ. ബാറ്റിംഗ് ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറഞ്ഞിറങ്ങിയ ചെന്നൈ ബാറ്റിംഗ് ചീട്ട് കൊട്ടാരം പോലെ കൊളാപ്സ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഗുവാഹത്തിയിലെ പിച്ചിൽ ഒന്നും ചെയ്യാനാവാതെ ബാറ്റ്സ്മാൻമാർ കഷ്ടപ്പെടുന്നൊരു കാഴ്ച. അപ്പോൾ അശ്വിനൊക്കെ പറഞ്ഞ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് അവിടെ മഴയുണ്ടായിരുന്നു, പിച്ച് മൂടിക്കിടക്കുമായിരുന്നു, വെറ്റായിരുന്നു, ഫസ്റ്റ് ബാറ്റിംഗ് ദുഷ്കരമായിരിക്കും. അതുകൊണ്ട് തന്നെ ചെന്നൈക്ക് അതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു ബാറ്റിങ്ങിൽ. ഇനിയിപ്പോൾ അടുത്ത കളി സെറ്റാകുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇതിനും മികച്ച രീതിയിൽ അടുത്ത കളി കളിച്ചേ പറ്റുള്ളൂ. കാരണം ഇത് ഭയങ്കര മോശമായിപ്പോയി. നമ്മളിങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കുമായിരുന്നു. കഴിഞ്ഞ വർഷം KKRനോട് ഹോമിൽ നമ്മൾ 108 റൺസിലെങ്ങാണ്ട് ഓൾ ഔട്ട് ആയിട്ടുണ്ട്. അതിനേക്കാളും പരിതാപകരമാവുമെന്ന് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ എന്തായാലും ഓവർ 10 ഇന്നിങ്സ് കൊണ്ട് നമ്മളൊരു 120 മുകളിലോട്ട് എത്തിയെന്ന് പറയാം. എന്നാൽ പോലും ബൗളിങ്ങിൽ ആ ഒരു അവരെ പോലെ ബോൾ ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല. അപ്പോൾ എന്തായാലും ചെന്നൈയുടെ കാര്യങ്ങൾ ഭയങ്കര കൺസേണിങ് ആണ്, അലാമിംഗ് ആണ്. ബാറ്റ്സ്മാൻമാരൊന്നും ഫോമിലോട്ട് എത്തിയിട്ടില്ല. പിന്നെ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പ്രശാന്ത് വീറിനെയും കാർത്തിക് ശർമ്മേനെയും എടുക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമുണ്ട്. 14 കോടിക്ക് മുകളിൽ ഈ പ്ലേയേഴ്സിനെ ടീമിലോട്ട് എത്തിക്കുമ്പോൾ അവർക്ക് അതിൻ്റേതായുള്ള പ്രഷർ ഉണ്ടാവും, പ്രൈസ് പ്രഷർ ഉണ്ടാവും. ആ ഒരു പ്രൈസിനനുസരിച്ച് അവർ പെർഫോം ചെയ്യണം എന്നുള്ളത്. പ്രശാന്ത് വീർ ബെഞ്ചിലായിരുന്നു, അത് വേറെ കാര്യം. അതുപോലെ SRG ലിവിങ്സ്റ്റണൊക്കെ ബെഞ്ചിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പ്രശാന്ത് വീറിനെ കളിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കാർത്തിക് ശർമ്മനെ കളിപ്പിക്കുമ്പോൾ ഇവർക്ക് ഇവരെ വിളിച്ചെടുത്ത് ഇത്രയും വലിയ തോക്കി വിളിച്ചെടുത്തുകൊണ്ട് അവർക്ക് ആ പ്രൈസ് അനുസരിച്ചുള്ള കളി കളിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രഷർ, ആ ഒരു ചെറിയ പ്രഷർ, ഇവർ ഓൾറെഡി ഭയങ്കര യങ്സ്റ്റേഴ്സാണ്, എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സ് അല്ല. അപ്പോൾ ആ ഒരു പ്രഷറിനനുസരിച്ചിട്ട് അവർക്ക് അതിനനുസരിച്ച് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു അവർക്കുള്ളിലുണ്ടാവും. ഇനിവേ കാർത്തിക് ശർമ്മയ്ക്കൊന്നും വലിയ കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എല്ലാ ബാറ്റ്സ്മാൻമാരും ഫ്ലോപ്പ് ആയതുകൊണ്ട് പിന്നെ എടുത്ത് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ എന്തായാലും അടുത്ത മത്സരത്തിൽ, അതായത് ഇന്ന് പഞ്ചാബിനെതിരെ, ശക്തരായിട്ടുള്ള പഞ്ചാബിനെതിരെയാണ് ഇന്ന് മത്സരിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ചെന്നൈ എന്തെങ്കിലുമൊക്കെ കാണിക്കുമെന്ന് വിചാരിക്കാം. എന്തായാലും നാണം കെട്ട് തോക്കായിരുന്നാൽ മതി. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മത്സരം, അതായത് ഇന്നലത്തെ മത്സരം KKR vs SRH, 2 ടീമുകൾ ആദ്യത്തെ മത്സരം തോറ്റിട്ടാണ് വരുന്നത്. KKRനെ സംബന്ധിച്ച് KKRൻ്റെ ഒരു മോശം സ്റ്റാർട്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ ബാറ്റിങ്ങിൽ അത്യാവശ്യം റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കളി 200 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുംബൈ അത് ചേസ് ചെയ്ത് തീർത്തു. 200 റൺസിന് മുകളിൽ മുംബൈ ചേസ് ചെയ്ത് തീർക്കുമ്പോൾ അത് IPL തന്നെ മുംബൈയുടെ ഏറ്റവും വലിയ ചേസിംഗ് ആണെന്ന് ആലോചിക്കണം. കാരണം ഇതിന് മുമ്പ് ആ ഒരു റണ്ണ് ചേസ് ചെയ്യാത്ത മുംബൈ വളരെ ഈസി ആയിട്ട് ആ ടാർഗറ്റിലോട്ട് എത്തിയെങ്കിൽ അത് KKRൻ്റെ ബൗളിംഗ് അത്രയും മോശമായതുകൊണ്ടായിരിക്കണം. KKRൻ്റെ സ്ക്വാഡിൽ 11 വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെയാണ് റഹാൻ അവിടെ ഓപ്പണിംഗ് ഇറങ്ങിയത്? അതും വർഷങ്ങളായിട്ട് ഓപ്പണിങ്ങിൽ വളരെ മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന സുനിൽ നരേനെ മാറ്റിയിട്ട് അദ്ദേഹത്തെ ലോവർ ഓർഡറിലോട്ട് ഇട്ടിട്ട് റഹാൻ ഓപ്പണിങ്ങിൽ വരേണ്ട എന്ത് കാര്യമാണുള്ളത്? പിന്നലിനോടൊപ്പം അവിടെ സുനിൽ നരേൻ ഓപ്പണിംഗ് വരുമ്പോൾ അവിടെ നല്ലൊരു കിടിലൻ സ്റ്റാർട്ട് കിട്ടാനുള്ള ചാൻസാണ്. റഹാന പൊതുവേ അത്ര ഒരു സ്ലോ സ്റ്റാർട്ടറാണ്. റഹാന കുറച്ച് ഇന്നിങ്സിൻ്റെ ഒരു തുടങ്ങിയൊരു 10 ബോളുകൾക്ക് ശേഷമാണ് കൂടുതലായിട്ട് ബൗണ്ടറീസ് അടിച്ച് തുടങ്ങുള്ളൂ. പക്ഷേ സുനിൽ നരേൻ അങ്ങനെയല്ല. ഫ്രം ദ ഫസ്റ്റ് ബോൾ തൊട്ടിട്ട് അദ്ദേഹം പവർ പ്ലേയുടെ അഡ്വാൻറ്റേജ് യൂസ് ആയി കളിക്കുന്ന ആളാണ്. അതായത് സർക്കിളിന് പുറത്തോട്ട് പന്തടിച്ചിട്ട് മാക്സിമം റൺസ് സ്കോർ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറെ ലോവർ ഓർഡറിൽ ഇറക്കിയിട്ട് എന്തിനാണ് KKR പരീക്ഷിക്കേണ്ട ആവശ്യം? അദ്ദേഹത്തെ ഓപ്പണിങ്ങിൽ ഇറക്കി വിടുക. അദ്ദേഹം 10 ബോളോ 15 ബോളോ നിൽക്കുന്നെങ്കിൽ അദ്ദേഹം 10-30 റൺസ് അടിക്കും അവിടെ. ഫിന്നലിനും ഒരു ലോങ് ഇന്നിങ്സ് കളിക്കാനേക്കാളും കൂടുതലും ഒരു ക്വിക്ക് സ്റ്റാർട്ട് ആയിട്ട് പോകുന്ന പ്ലെയറാണ്. അപ്പോൾ ഫിന്നലിനും ഇതുപോലെ തന്നെ ഈ നരേനും കൂടി ഇറങ്ങുമ്പോഴാണ് KKRന് ഏറ്റവും മികച്ചൊരു തുറക്കം കിട്ടുക. പിന്നീട് അങ്ങോട്ട് KKRന് വരുന്നത് രഘുവംശി മാത്രമാണ് നല്ലൊരു കളി കളിക്കുന്നുള്ളത്. അദ്ദേഹമാണ് ഇപ്പോൾ ഓറഞ്ച് കപ്പ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ മത്സരം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ഓൾമോസ്റ്റ് ഇപ്പോൾ രഘുവംശിയും അല്ലെങ്കിൽ തന്നെ ഫിന്നലിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി ബാറ്റ്സ്മാൻമാരൊക്കെ ഫ്ലോപ്പായിരുന്നു തന്നെ പറയേണ്ടി വരും. റിങ്കു സിംഗ് പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാലൻ്റ് അനുസരിച്ചുള്ള കളി ഇന്നലെ കളിച്ചോന്ന് ചോദിച്ചാൽ ഡൗട്ട്ഫുള്ളാണ്. അല്ലെങ്കിൽ അത്രയും വലിയൊരു ചേസ് 220 മുകളിൽ റൺസ് ചേസ് ചെയ്യണം നമുക്ക്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉത്തരവാദിത്തോടുകൂടി ഇന്നലെ ആരും കളിച്ചിട്ടില്ല. ഇന്നലെ രഘുവംശി മാത്രമാണ് കുറച്ച് നിന്നത്. പക്ഷേ അദ്ദേഹം നിർഭാഗ്യവശാൽ റണ്ണൗട്ടായി പോയി. അപ്പോൾ ഇനിയിപ്പോൾ SRHൻ്റെ ബാറ്റിങ്ങിലോട്ട് വരികയാണെങ്കിൽ SRHൻ്റെ ആഗ്രഹിച്ചൊരു തുടക്കം തന്നെയാണ് കിട്ടിയത്. ഹെഡായാലും അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ ആയാലും വളരെ മികച്ചൊരു സ്റ്റാർട്ട്. പിന്നെ ആസ് യൂഷ്വൽ അവർ ചെയ്യുന്നൊരു പരിപാടി തന്നെയാണ് ഇന്നലെ അവർ ചെയ്ത്. നല്ലൊരു തുടക്കം തന്നെ കൊടുത്തു. കിഷൻ പെട്ടെന്ന് ഔട്ടായെങ്കിലും ക്ലാസ്സിന് ഒരു സൈഡിൽ നിന്നിട്ട് ക്ലാസ് എന്നാലും കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു യൂഷ്വൽ ആ ഒരു ഹിറ്റിംഗ് ലെവലിൽ നിന്ന് മാറി നിന്നിട്ട് കുറച്ചുകൂടി 4 ബൗണ്ടറീസ് അടിച്ചിട്ട് കളിക്കാനാണ് നോക്കിയത്. ഇന്നിങ്സ് ബിൽഡ് ചെയ്യാനാണ് നോക്കിയത്. ലാസ്റ്റിലോട്ട് എത്തുമ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ സ്കോർ കയറ്റി ആക്സലറേറ്റ് ചെയ്യുകയും നല്ലൊരു സ്കോറിലോട്ട് ടീമിനെ എത്തിച്ചിട്ടുണ്ട്. നല്ല SRHൻ്റെ ബാറ്റിംഗ് അത്യാവശ്യം നല്ലൊരു രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. കാരണം പെട്ടെന്ന് അടിച്ച് 2 സിക്സ് അടിച്ച് ഔട്ടാകുന്നതിന് പകരമായിട്ട് ഇന്നലെ നിതീഷ് കുമാർ റെഡ്ഡി ആയാലും നല്ല രീതിക്ക് തന്നെ അദ്ദേഹം കഴിഞ്ഞ കുറച്ചധികം മത്സരങ്ങളായിട്ട് IPL കൺസിക്യൂട്ടീവ് ആയിട്ട് കുറച്ചധികം മത്സരമായിട്ട് അദ്ദേഹം ഫ്ലോപ്പായിരുന്നു. അദ്ദേഹത്തിന് നല്ലൊരു ഇന്നിങ്സ് കളിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഇന്നിങ്സ് വന്നു. അപ്പോൾ ആരും വലുതായിട്ട് അടിച്ചു കൂട്ടിയിട്ടൊന്നുമില്ലെങ്കിലും ടോട്ടൽ എല്ലാവരും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ 10-120 റൺസാണ് സ്കോർ ബോർഡ് വേണ്ടത്. അതും ഈഡൻ ഗാർഡൻസിൽ അത് ചേസ് ചെയ്യാവുന്ന, ഇന്നത്തെ IPL അത് ചേസ് ചെയ്യാവുന്ന സ്കോർ തന്നെയാണ്. കാരണം നമ്മൾ പല തവണ കാണുന്നതാണ് 220 ഒക്കെ പുട്ട് പോലെയാണ് ടീമിൽ അടിച്ചു കൂട്ടുന്നത്. SRHൻ്റെ കമ്പാരിറ്റീവ്ലി വീക്കായ ബോളിംഗ് യൂണിറ്റിനെതിരെ 220 റൺസ് അടിക്കണമെങ്കിൽ തങ്ങൾക്ക് കുറച്ചെങ്കിലും മെച്ചപ്പെട്ടൊരു ബാറ്റിംഗ് ലൈനപ്പ് വേണം. അതെന്തായാലും KKRന് ഈ സീസണിൽ ഇല്ല എന്നാണ് എനിക്ക് ഇവരുടെ 2 കളി കണ്ടെന്ന് തോന്നുന്നത്.
ഒന്ന് ആലോചിക്കണം 60 കോടിയായിട്ടാണ് KKR ഈ ഒരു IPL ലേലത്തിലോട്ട് വരുന്നത്. അപ്പോൾ അവർ ഗ്രീനിനെ എടുക്കുന്നു, അവർ ഓപ്പണിങ്ങിൽ 2ഉം 3 അതായത് എച്ചിൻ രവീന്ദ്ര, ഫിന്നലൻ, സൈഫർട്ട് 3 ഫോറിനേഴ്സിനെ മേടിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ റോമാൻ പവലിനെ മേടിച്ചെടുക്കുകയാണ്, പതിരാണനെ മേടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ വക പ്ലേയേഴ്സിനൊക്കെ ടീമിലോട്ട് എത്തിച്ചിട്ട് ഇവരൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം, അതൊരു ബാലൻസിങ് ആയിട്ട് സ്ക്വാഡ് ഉണ്ടാക്കാനായിട്ട് KKRന് പറ്റിയില്ല എന്നുള്ളതാണ്. ഇത്രയും പ്ലേയേഴ്സിനെ മേടിച്ചെടുത്തിട്ടും നിങ്ങൾ ആ ടീം നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ ഓപ്പണിങ്ങിൽ നമുക്കിപ്പോൾ ഫിന്നലിനെ മാത്രമേ ഇറക്കാൻ സാധിക്കുന്നുള്ളൂ, വൻ ഫോമിലുള്ള സൈഫറിനെ ഇറക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ വൻ ഫോമുള്ള റോമൻ പവൽ പുറത്തിരിക്കുകയാണ്. അപ്പോൾ വളരെ ഒരു ബാലൻസിങ് അല്ലാത്ത സ്ക്വാഡാണ് ഓൾറെഡി KKRൻ്റെ കയ്യിലുള്ളത്. ഇതിൽ ടീം നോക്കി കഴിഞ്ഞാൽ റഹാന ഓപ്പണിംഗ് ഇറങ്ങുന്നു. റഹാനേൻ്റെ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം 400 റൺസ് പോലും പുള്ളിക്കില്ല, പക്ഷേ സ്റ്റിൽ കുറേ പേര് നല്ലൊരു പ്രകടനമായിരുന്നു കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞു. ഓക്കെ, എൻ്റെ മിസ്റ്റേക്കായിട്ട് കഴിഞ്ഞ വർഷം റഹാനയുടെ നല്ലൊരു പ്രകടനമാണെന്ന് ഇരിക്കട്ടെ. ഈ വർഷത്തെ ആദ്യത്തെ കളിയിലും പുള്ളി 50 അടിക്കേണ്ടായി. പക്ഷേ റഹാനയുടെ കളി കണ്ടുപോകുമ്പോൾ മനസ്സിലാവും, റഹാന പവർ പ്ലേ കഴിയുമ്പോൾ റഹാനയുടെ സ്ട്രൈക്ക് റേറ്റ് താഴ്ന്നു വരുന്നതാണ്. പവർ പ്ലേ കഴിഞ്ഞതിന് ശേഷം റഹാന കളിക്കാനായിട്ട് അദ്ദേഹത്തിന് ബൗണ്ടറീസ് അടിക്കാനായിട്ട് സാധിക്കില്ല. അദ്ദേഹം പവർ പ്ലേ അഡ്വാൻറ്റേജ് യൂസ് ചെയ്ത് കളിക്കുന്ന ആളാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ കുറച്ച് പന്തുകൾ എടുക്കും ഓൾറെഡി സെറ്റിൽ ആവാൻ, പിന്നീട് ആ പവർ പ്ലേ അഡ്വാൻറ്റേജ് യൂസ് ആക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഓപ്പണിംഗ് ഇറങ്ങാൻ തീരുമാനിച്ചത് തന്നെ. അപ്പോൾ എന്തായാലും അവിടെ നരയനാണെങ്കിൽ എന്തായാലും റഹാനേക്കാളും ബെറ്റർ സ്ട്രൈക്ക് റേറ്റിൽ നരയൻ കളിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ആ നരയനെ പിടിച്ച് ലോവർ ഓർഡറിൽ ഇറക്കി. ലോവർ ഓർഡറിൽ നരയനെ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇന്നലെ തന്നെ അദ്ദേഹം ക്യാച്ച് ഔട്ട്, ബൗണ്ടറിയിൽ ക്യാച്ച് ഔട്ട് ഉണ്ടായത്. അതിപ്പോൾ പവർ പ്ലേനാണ് ഇറക്കി വിട്ടിരുന്നെങ്കിൽ നരയൻ തീർച്ചയായിട്ടും അവിടെ അത്യാവശ്യം റൺസ് അടിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ രമൺദീപ് കഴിഞ്ഞ എനിക്കൊന്ന് KKR കപ്പടിച്ച സീസണിൽ നല്ല ഫോമിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു സീസൺ കഴിഞ്ഞു, അടുത്ത സീസൺ തുടങ്ങി, ഇപ്പോഴും അദ്ദേഹം ഫോമിലോട്ട് എത്തിയിട്ടില്ല. അപ്പം ഭയങ്കര പ്രശ്നങ്ങളാണ്. ഓൾറെഡി വീക്കായ ഒരു ബോളിംഗ് യൂണിറ്റാണ്. നല്ല ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും അവർ മറ്റേ റൂള് കാരണം പുറത്തിരിക്കേണ്ട അവസ്ഥ. ഒട്ടും ബാലൻസിങ് അല്ല. റഹാനയുടെ ക്യാപ്റ്റൻസി വളരെ മോശമാണ്. ഇതിൽ തന്നെ നമ്മൾ ടീമിനെ ഫസ്റ്റ് പറഞ്ഞു വരുൺ ചക്രവർത്തിയാണ് ടീമിൽ ഏറ്റവും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബോളർ എന്നുള്ളത്. ആ വരുൺ ചക്രവർത്തിനെ പവർ പ്ലേയിൽ കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് മത്സരത്തിൽ രോഹിത് ശർമ്മ അടിച്ച് നാശാക്കി. രണ്ടാമത്തെ മത്സരത്തിൽ 4 ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ പോലും സാധിച്ചില്ല. പവർ പ്ലേയിൽ റീച്ചു, അടി കിട്ടി, കോൺഫിഡൻസ് പോയി. കാരണം വരുൺ ചക്രവർത്തിനെ അങ്ങനെ ബാറ്റ്സ്മാൻ അടിക്കാത്തതാണ്. അപ്പോൾ അടി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും പുള്ളിയുടെ കോൺഫിഡൻസ് പോയി കിട്ടും. പവർ പ്ലേക്ക് ശേഷം എറിയിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ മുസർബാനി ആയാലും അത്യാവശ്യം നന്നായിട്ട് എറിയുന്നുണ്ടെങ്കിൽ പോലും മുസർബാനി, അങ്കുൾ റോയ് അങ്ങനെ ഇവരുടെ ബൗളേഴ്സിനൊക്കെ നല്ല രീതിക്ക് അടി കിട്ടുകയാണ്. അപ്പോൾ ഇങ്ങനെ അടി കിട്ടുന്ന ബൗളേഴ്സ് ഉള്ളപ്പോൾ അതിനനുസരിച്ച് കളിക്കുന്ന ബാറ്റ്സ്മാൻമാർ വേണം. KKRന് മിഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ ബാറ്റിംഗ് ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ റസലിനെ പോലെ ഒരു ഹിറ്ററുടെ അഭാവമൊക്കെ നല്ല രീതിക്ക് എടുത്ത് കാണേണ്ട ടീമിൽ. അപ്പോൾ ഇങ്ങനൊരു ടീം വെച്ചിട്ട് ഒരിക്കലും മുന്നോട്ട് പോകില്ല KKR. ഇന്നലെ SRH അവരുടെ രണ്ടാമത്തെ ഇന്നലെ ഉന്നത്കടൊക്കെ അതിഗംഭീരമായിട്ട് പന്തെറിഞ്ഞിട്ട് എടുത്ത് പറയണം. ഞാൻ വിചാരിക്കുകയാണ് ഇപ്പോൾ ഈ പ്ലെയർ എങ്ങനെ 11ൽ ഇടന്നിടുന്നു എന്നുള്ളത്. അദ്ദേഹം നല്ല അതിമനോഹരമായി പന്തെറിഞ്ഞു. സ്ലോവേഴ്സ് നല്ല രീതിയിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്ലോവേഴ്സൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു ഇന്നലത്തെ കളിയിൽ. റഹാനയുടെ വിക്കറ്റ് എടുത്ത ബോളൊക്കെ അതിഗംഭീരം എന്ന് പറയാനുള്ളൂ. തീർച്ചയായിട്ടും SRHൻ്റെ ഫീൽഡിംഗ് മികവ് എടുത്ത് പറയണം. റിങ്കു സിംഗ് കുറച്ചുകൂടി ഈ റണ്ണിങ് ബിറ്റ്വീൻ ദി വിക്കറ്റ്സിൽ കുറച്ചുകൂടി വർക്ക് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം മറ്റേ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോഴായാലും IPL ആയാലും അദ്ദേഹം കാരണം ഒരുപാട് പ്ലേയേഴ്സ് റണ്ണൗട്ടായി പോകുന്നുണ്ട്. ഇന്നലെയും നമ്മൾ അങ്ങനത്തെ ഒരു കാഴ്ച കണ്ടു. ഇപ്പം രഘുവംശിയൊക്കെ റണ്ണൗട്ടായി പോകുന്ന ആ ഒരു ഇത് കണ്ടു. അപ്പോൾ എന്തായാലും ഇന്നലത്തെ കളി കൂടി തോറ്റപ്പോൾ KKRൻ്റെ പ്രതീക്ഷകൾ ഏകദേശം അസ്തമിച്ചുകൊണ്ടാണ്. അതും ചെറിയ തോൽവിയല്ല, ടീം പെർഫോമൻസ് മൊത്തത്തിൽ ഒന്നും ഒരു പോസിറ്റീവായിട്ട് പറയാൻ സാധിക്കാത്ത വിധത്തിലുള്ള തോൽവിയാണ് KKR തോറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നലത്തെ തോൽവി സത്യം പറഞ്ഞാൽ KKRൻ്റെ കാര്യത്തിൽ അലാമിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 2 മത്സരങ്ങളായില്ലെങ്കിൽ പോലും. അപ്പോൾ റഹാനയുടെ ക്യാപ്റ്റൻസിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിനെ പറ്റിയിട്ടൊക്കെ മോശം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എനിവേ എന്തായാലും അടുത്ത മത്സരത്തിൽ KKR എങ്ങനെ തിരിച്ചു വരുമെന്ന് നമുക്ക് നോക്കാം. തന്നെ വരുൺ ചക്രവർത്തി അദ്ദേഹം വേൾഡ് നമ്പർ 1 T20 ബോളർ, അദ്ദേഹത്തിന് 4 ഓവർ പോലും കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലോട്ടൊക്കെ ടീമിൻ്റെ അവസ്ഥ മാറിയിട്ടുണ്ട്. അപ്പോൾ ഹർഷിത് റാണ ഇല്ല, പതിരാണ ഇല്ല, മുസ്തഫിസ് റഹ്മാനെ വിളിച്ചെടുത്ത് അദ്ദേഹം കളിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ മത്സരത്തിന് മുമ്പ് തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ് ടീമിന്. കളി തുടങ്ങിയിട്ടും അതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ബാറ്റിംഗ് ലൈനപ്പിൽ KKRന് കുറച്ചുകൂടി നല്ല ബെഞ്ച് ഓപ്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും KKR ഫാൻസ് നിങ്ങളുടെ ടീമിന് പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തൊക്കെ മാറ്റി ടീമിന് വരുത്തണം, ഈ ആരെയൊക്കെ നമ്മൾ 11ലോട്ട് ഇടണം എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടുക. അതിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇനി കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും KKR ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇടുക. അപ്പോൾ എന്തായാലും ഇന്നലെ ജയിച്ചത് SRH ആണ്. SRHൻ്റെ ഫാൻസും കാണും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും, നിങ്ങളുടെ ടീമിൻ്റെ പെർഫോമൻസ്, പുതിയ ക്യാപ്റ്റൻ്റെ കീഴിൽ നിങ്ങളുടെ ടീം എങ്ങനെ കളിക്കുന്നു എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും താങ്ക് യു.